ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. വീണ്ടും കൃപയാ മിനിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം. 1 കൊരിന്ത്യർ 14 40. സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ. സകലവും ഉചിതവും ക്രമവുമായി നടക്കട്ടെ. ഇംഗ്ലീഷിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഓർഡറിൽ എല്ലാം ഒന്ന് ഓർഡറായിട്ട് എന്ത് ചെയ്യുക, നടക്കട്ടെ എന്നാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സ്വന്തം ജീവനെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നൽകി. എന്തിനാ? നമ്മൾ സന്തോഷത്തോടെയും നമ്മുടെ സമാധാനത്തിനും സന്തോഷത്തിനുമായിട്ടുള്ള ശിക്ഷ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്ത് കാൽവറിയിൽ വെച്ച് സ്തോത്രം അനുഭവിക്കുവാൻ ഇടയായി തീർന്നു അല്ലേ. അപ്പം നമുക്ക് ദാനമായി നൽകി ഈ ഒരു കൊച്ചു ജീവിതം. ഹല്ലേലൂയ. നമുക്കറിയില്ല എത്ര കൊല്ലം നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയുകയില്ല അല്ലേ. സ്തോത്രം. നമുക്ക് തരുന്ന ഈ ഒരു കൊച്ചു ലൈഫ് ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഒരു ക്രമത്തോടുകൂടെ, ഒരു ഡീസൻ്റ് ആയിട്ട്, ഒരു ഓർഡറായിട്ട് നമ്മൾ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകണം. ഹല്ലേലൂയ. കർത്താവ് അതാണ് നമ്മൾ ഇതിന് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഡിസ്ഓർഡറായിട്ട് തോന്നിയതുപോലെ, ഹല്ലേലൂയ, തോന്നിയതുപോലെ എന്ത് ചെയ്യുന്നു, നടക്കുക, പ്രവർത്തിക്കുക, എന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ വണ്ണം ഞായറാഴ്ച വന്ന് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ആയിരിക്കരുത് ഒരു വിശ്വാസി ഒരിക്കലും. കർത്താവായ യേശു ക്രിസ്തുവിനെ നീ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ, നീ ഇപ്പോൾ ജീവിക്കുന്നത് ഒരുപക്ഷെ ഒരു കുത്തഴിഞ്ഞ ലൈഫിലാണെങ്കിൽ അതിനെ ഓർഡർ ആക്കുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ഒരു വ്യക്തി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അതായത് തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ്, അങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു ഈ വചനത്തിലൂടെ നമ്മളോട് പറയാണ്, സകലതും എന്ത് ചെയ്യട്ടെ? ഉചിതമായും ക്രമമായും നടക്കട്ടെ. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു സഭായോഗം വെച്ചാൽ നമ്മൾ അതിനെന്തുണ്ട്, ഒരു ക്രമീകരണം വെച്ചിട്ടുണ്ട്. ഈവൻ ഒരു മീറ്റിങ്ങിലാണെങ്കിലും നമുക്ക് തോന്നിയതുപോലെ ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ. തോന്നിയതുപോലെ നടന്നാൽ അതിനൊരു സക്സസ്ഫുൾ ആകുകയില്ല. ഏത് മീറ്റിംഗ് ആയിക്കൊള്ളട്ടെ, ലോകപരമായാലും നമ്മുടെ ക്രിസ്ത്യാനികളുടെ ആയിരിക്കാലും നമ്മുടെ സഭായോഗങ്ങളായിക്കോട്ടെ, എല്ലാത്തിനും ഒരു ക്രമീകരണമുണ്ട്, ഒരു ഓർഡറുണ്ട്. അപ്പോൾ അത് ഏറ്റവും മനോഹരമായി തീരും അല്ലേ. ഒന്നുമില്ല, നമ്മളിപ്പോൾ ഒരു ചെറിയ കുഞ്ഞെടുത്ത് ആ കുഞ്ഞ് വളർന്നു വരുന്ന ആ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിനും എന്തുണ്ട്, ഒരു ഓർഡർ ദൈവം വെച്ചിട്ടുണ്ട് സകലത്തിനും. ഹല്ലേലൂയ. ഒരു ചെടി ചെറുതായിട്ട് അത് കാണുമ്പോഴേ വലുതായി വരികയില്ല ഒരിക്കലും. വലിയ മരമായിട്ടല്ല അത് ഭൂമിയിൽ വരുന്നത് അല്ല. അവിടെ എന്തുണ്ട്, ദൈവം എന്ത് വെച്ചിട്ടുണ്ട്, ഒരു ഓർഡർ വെച്ചിട്ടുണ്ട്. അത് ദൈവമക്കൾ. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഓർഡറായിട്ട് അതിനെ പണിയണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പലതിനും അടിമകളായി. ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കാം, ഫോണിന് അടിമകളായി തോന്നുമ്പോൾ അതേ നമ്മൾ എന്ത് ചെയ്യും, നോക്കുന്നു, അങ്ങനെ അതിന് അടിമകളായി. സ്തോത്ര. സാത്താൻ്റെ പല തന്ത്രങ്ങളിലും അടിമകളായി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ലൈഫിനെ ഒറ്റ ഓർഡർ അല്ലാതെ വേണം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും പരിശുദ്ധാത്മാവ് നമ്മളെ എന്ത് ചെയ്യത്തില്ല, നമ്മുടെ ലൈഫിൽ ഒരു പ്രസാദം പരിശുദ്ധാത്മാവിന് തോന്നുകയില്ല. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ എന്തുണ്ട്, ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിനെ നമ്മളൊന്ന് ഓർഡറിൽ കൊണ്ടുപോകുമ്പോൾ, എങ്ങനെ നമുക്ക് ഓർഡറിൽ കൊണ്ടുപോകാൻ കഴിയും നമ്മുടെ ലൈഫിനെ? നമ്മൾക്ക് ഈ തന്നിരിക്കുന്ന ഈ മനോഹരമായ ഈ ഒരു ജീവിതത്തെ നമുക്കൊന്ന് ഓർഡറിൽ പണിയാൻ കഴിയുന്നത് എവിടെയാണ്? ക്രിസ്തുവിലൂടെ മാത്രമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാനുസരണമായ അല്ലെങ്കിൽ ക്രമീകരിച്ച ഒരു ലൈഫ് ജീവിക്കണമെങ്കിൽ അത് ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഈ ലോകപരമായി നമ്മൾ ജീവിച്ചാൽ ഒരിക്കലും അതായത് കർത്താവിനോട് പറ്റിച്ചേർന്ന് നിന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ ലൈഫിനെ ഒന്ന് ഓർഡർ ആക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. പലപ്പോഴും ഇപ്പോൾ എന്നെ കേൾക്കുന്ന വ്യക്തി നിങ്ങൾ ചിലപ്പോൾ ഒരു കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ. സ്തോത്രം. മദ്യപാനം മൂലം നിന്റെ ജീവിതത്തിൻ്റെ സകല അടിസ്ഥാനങ്ങൾ ഓർഡറും തിരിഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റ് പലതിനും അടിമകളായി
ആമേൻ സ്തോത്രം. മ്ലേച്ഛകരമായി ജീവിച്ചു, നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ ഓർഡറും തെറ്റിക്കടക്കുന്ന ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, എന്തോ ആയിക്കൊള്ളട്ടെ, ഹല്ലേലൂയ. അതിനെല്ലാത്തിനും ഒരേ ഒരു പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നിനക്ക് നല്ലൊരു അച്ചടക്കമുള്ള ഒരു ക്രിസ്ത്യൻ ജീവിതം നയിക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ പലപ്പോഴും ക്രിസ്ത്യാനിയാണ് എന്നൊരു ലേബൽ നമ്മുടെ നെറ്റിയിൽ ഒട്ടിച്ച് നടന്ന് ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്നു, അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതൊരിക്കലും ഒരു ഓർഡർ ആകണമെന്നില്ല. ക്രിസ്ത്യാനിയായി എന്ന് പേർ പറഞ്ഞവരുടെ ജീവിതത്തിൻ്റെ ആമേൻ സ്തോത്രം ഉള്ളിൽ ഒരുപക്ഷെ ഒരു ഓർഡറും അല്ലാത്തൊരു ലൈഫായിരിക്കും നീ നയിച്ചു പോകുന്നത്. പുറമേ നോക്കുമ്പോൾ എല്ലാം ചന്തോചിതവുമാണ്. ആമേൻ സ്തോത്രം. എങ്കിൽ പരിശുദ്ധാത്മാവ് അനുസൃതം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ക്രമീകരിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കണം നമ്മൾ. ഒന്നുമില്ല, ഈ ഒരു അന്ത്യകാലത്ത് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിന് വളരെ സ്ട്രഗിൾസും വളരെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ലൈഫിനെ പല രീതിയിൽ നാനാ വിഷയങ്ങളാക്കാൻ ശത്രു പല തന്ത്രങ്ങളും തന്ത്രങ്ങളും ഉണ്ടാക്കുവാൻ ഇടയാത്ത ഇതിൻ്റെ നടുവിൽ നമ്മുടെ ലൈഫ് എന്താണ് പരിശുദ്ധാത്മാവിനാൽ ക്രമീകരിച്ച് മുമ്പോട്ട് പോയി മറ്റുള്ളവർക്കൊരു മാതൃകയായി നമ്മൾ തീരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഈവൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു സഭായോഗമാണെങ്കിൽ നമ്മൾ എന്തുണ്ട്, ഒരു ക്രമീകരണം വെച്ചിട്ടുണ്ട് അല്ലെ. ഈവൻ ഏത് മീറ്റിംഗ് ആണെങ്കിലും നമ്മൾ അതിനെന്ത് വെച്ചിട്ടുണ്ട്, ഒരു ക്രമീകരണമുണ്ട്. അപ്പോൾ ഒരു ക്രമത്തിലല്ലാതെ അത് നടന്നാൽ എന്തായി തീരും, വളരെ മോശമായി തീരും അല്ലേ. അതൊന്നിനും അതൊരു സക്സസ്ഫുൾ ആയി തീരുകയില്ല. കോലാഹലമായി പോകും, അല്ലെങ്കിൽ എന്താണ് അലങ്കോലമായി അത് പോകാനിടയാത്തില്ല. ഒരു ക്രമീകരണം ഇല്ലാതെ നമ്മൾ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്താലും ഒരു സഭായോഗം അറേഞ്ച് ചെയ്താലും അങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലേ. എങ്കിൽ ആ ഒരു മീറ്റിങ്ങിനെ അല്ലെങ്കിൽ ആ ഒരു സഭായോഗത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തി അത് പരിശുദ്ധാത്മാവാണെങ്കിൽ അതിനെ എന്ത് ചെയ്യും, ക്രമപ്പെടുത്തിക്കൊണ്ട് പോകും. അല്ലെങ്കിൽ ലോകപരമായ ഒരു മീറ്റിംഗ് എടുത്താൽ അതിനെ ലീഡ് ചെയ്യാൻ കൊണ്ടുപോകുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും, ഓർഡർ ആക്കി ക്രമീകരിക്കുന്നത് പോലെ നമ്മുടെ ലൈഫിനെ ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ ഒരു കൊച്ചു ലൈഫിനെ നമുക്കും എന്ത് ചെയ്യണം, പരിശുദ്ധാത്മാവിൻ്റെ വചനത്താലും ഹല്ലേലൂയ നമ്മൾ അതിനെന്ത് ചെയ്യണം, ഒരു പരിശുദ്ധാത്മാവിനാൽ ക്രമീകരിക്കുന്ന ഒരു ലൈഫ് നമ്മൾ മുമ്പോട്ട് ലീഡ് ചെയ്യണം. അതിന് നമുക്ക് കഴിയില്ല ദൈവമക്കളെ. ഈ പറയുന്ന എനിക്കോ ആമേൻ സ്തോത്രം നിങ്ങൾക്കൊരു ഓർഡർ ഉള്ള ഒരു ലൈഫ് അല്ലെങ്കിൽ ഒരു ദൈവാനുസൃതമായ ഒരു ലൈഫിന് ഒരിക്കലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും, ആമേൻ സ്തോത്രം. പക്ഷേ അതെനിക്ക് നൽകുവാൻ കഴിയില്ല. അത് സർവശക്തനായ യേശുവിൻ്റെ കാര്യങ്ങളിലേക്ക് നീ നിൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, കർത്താവെ എൻ്റെ ലൈഫിൻ്റെ മധ്യത്തിൽ അങ്ങ് കടന്നു വരണം, അങ്ങയോട് ആശ്രയിച്ചായിരിക്കണം എൻ്റെ ജീവിതം വരണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലൈഫിന് എന്ത് വരും, ഒരു ഓർഡർ വരും. ആമേൻ സ്തോത്രം. പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തോളും, ഡീൽ ചെയ്തോളും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അതിനെ ഡീൽ ചെയ്ത് എന്ത് ചെയ്തോളും, അതിനെ ഓർഡർ ആക്കിക്കോളും. ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെ നമുക്ക് ദൈവാനുസൃതം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ക്രമീകരിക്കുന്ന ഒരു ലൈഫ് ജീവിക്കാൻ കഴിയും? ദൈവത്തിൻ്റെ സന്നിധി നമ്മുടെ ലൈഫിനെ എന്ത് ചെയ്യണം, നമ്മൾ സമർപ്പിക്കുമ്പോൾ മാത്രമാണ് അത് നടക്കുന്നത്. കർത്താവിൻ്റെ അല്ലെങ്കിൽ ആ കാൽ കീഴിൽ നമ്മുടെ ലൈഫിനെ നമുക്കുള്ള സകലത്തെ നമ്മൾ എന്ത് ചെയ്യണം, സമർപ്പിക്കണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ സമർപ്പിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കുകയും ചെയ്യുവാൻ ഇടയായിത്തീരും. അങ്ങനെ ദൈവം നമ്മുടെ ലൈഫിനെ എന്താക്കി തീർക്കും, ഒരു ഓർഡർ ആക്കി തീർക്കും. ഒരു അച്ചടക്കമുള്ള ഒരു ക്രിസ്ത്യാനി ആമേൻ സ്തോത്രം. മറ്റുള്ളവർ നമ്മളെ കണ്ട് എന്ത് ചെയ്യണം, ഒരു മാതൃകയാകണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ജീവിക്കണം. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആമേൻ സ്തോത്രം. 50-ാം സങ്കീർത്തനത്തിന് 22 ഒരു വചനമുണ്ടല്ലോ, എന്താണ്, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിക്കും. അപ്പം ചില സാഹചര്യങ്ങളിൽ ചില ക്രമക്കേടുകൾ വരാം. ചിലപ്പോൾ ദുഷ്ടനാവാൻ പല രീതിയിൽ കൊണ്ടുവരുമ്പോൾ നമ്മളത് ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യണം, കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി അത് തിരിച്ചറിയുകയും തൻ്റെ നടപ്പിനെ എന്ത് ചെയ്യണം, അതിനുവേണ്ടി ക്രമപ്പെടുത്തണം ദൈവമക്കളെ. പലപ്പോഴും ഒരു പരിശുദ്ധാത്മാവിനാൽ അനുസരണമുള്ള ഒരു ക്രമീകരണമുള്ള ഒരു ജീവിതം നിനക്ക് നയിക്കുവാൻ ചിലതൊക്കെ ത്യജിക്കേണ്ടി വരും. ചിലപ്പോൾ നീ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പലതും ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ത്യജിച്ച് കളയേണ്ട വരും. നീ സുഖം അനുഭവിക്കുന്ന പലതും, ഈ ലോകപരമായിട്ടുള്ള പലതും, ലോകപരമായി നീ അടിമയാക്കി വെച്ചിരിക്കുന്ന സകലത്തെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ അതിനെയൊക്കെ എന്ത് ചെയ്യണം, നിൻ്റെ ലൈഫിൽ നിന്ന് ദൂരീകരിക്കണം. ഹല്ലേലൂയ.
സ്തോത്രം. അങ്ങനെ ചിലതിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലൈഫിന് ദൈവത്തിന് വേണ്ടി വേണ്ടെന്ന് വെക്കുമ്പോൾ കർത്താവിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവം നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ലൈഫിനെ എന്ത് ചെയ്യും, ഏറ്റെടുക്കുവാനിടയായിത്തീരും. അങ്ങനെ ഗോഡ് സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു ലൈഫ്, നമുക്കൊരു ക്രിസ്ത്യൻ ലൈഫ് എന്ത് ചെയ്യാൻ പറ്റും, നിയന്ത്രിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും. ഹല്ലേലൂയ. നമുക്കറിയാം, ഞാനിപ്പോൾ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, പക്ഷെ വീണ്ടും എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ഏത് പ്രോഗ്രാമും നമ്മൾ അതിനൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി ചിന്തിക്കുക. ഇന്ന സമയത്ത് ഇന്ന ആൾ, പ്രാർത്ഥന, പാട്ട്, ഇങ്ങനെ നമ്മൾ അതിനൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു ലിസ്റ്റ് അതിനു വേണ്ടി ആ പ്രോഗ്രാമിന് നമ്മൾ ക്രമീകരിച്ച് കഴിഞ്ഞാൽ സ്തോത്രം, ആ പ്രോഗ്രാമിൻ്റെ രീതിയിൽ അതെന്ത് ചെയ്യത്തുള്ളൂ, നടക്കില്ല. ഇടയ്ക്ക് ഒന്നും ആരും കയറുവാൻ നമ്മൾ സമ്മതിക്കില്ല അല്ലേ. അതനുസരിച്ച് ആ ഒരു ക്രമാനുസരണമായ ആ ഒരു പ്രോഗ്രാം നടക്കുകയുള്ളതുപോലെ തന്നെ നീ നിൻ്റെ ലൈഫിന് എന്ത് ചെയ്യുക, ദൈവത്തിൽ ആശ്രയിച്ച് ഒരു പ്ലാൻ ചെയ്യുക, ക്രമീകരിക്കുക. എന്നിട്ട് ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് തന്നെ അതിനെ ക്രമീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു അസാധാരണ മാറ്റം നിങ്ങളുടെ ലൈഫിലുണ്ടാകും. ഹല്ലേലൂയ. സ്തോത്രം. അതാണ് നമ്മുടെ ദൈവവചനം. ഹല്ലേലൂയ. നമ്മൾ ഓരോ വചനങ്ങളും ഓരോ പാസ്റ്റർമാരിൽ അനേക ഇടങ്ങളിൽ പോകുന്നു, ഉപവാസ പ്രാർത്ഥന, അങ്ങനെ ഇങ്ങനെ എല്ലാം പോകുന്നുണ്ടെങ്കിലും ഒരു വചനം മതി ദൈവമക്കളെ നമ്മുടെ ഹൃദയത്തിൽ ഇടപെടാനും നമ്മുടെ ലൈഫിനെ മാറ്റുവാനും. ഹല്ലേലൂയ. നമ്മൾ വചനത്തെ എങ്ങനെ ഏറ്റെടുക്കുന്നത് പോലെയാണ് നമ്മുടെ വിടുതലിരിക്കുന്നത്. അനേക വചനങ്ങൾ കേട്ട് സ്തോത്രം, അത് പലതായി സ്തോത്രം, കുറച്ചു നേരം പിന്നെ അത് മറന്നു, അങ്ങനെയല്ല. നമ്മൾ കേൾക്കേണ്ടത് ഏത് വചനമാണെങ്കിലും, ഇപ്പം നമ്മൾ ഇവിടെ കേട്ടത് എന്താണ്, സകല ഉചിതമായി ക്രമമായി ഈ ഒരൊറ്റ വചനം മതി നമ്മുടെ ലൈഫിന് എന്ത് ചെയ്യാനായിട്ട് മാറ്റങ്ങൾ സംഭവിക്കുക. അവിടെ നമ്മുടെ പരിശുദ്ധാത്മാവ് ഇടപെടുവാനിടയായിത്തീരണം. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ അനുസരണമായുള്ളൊരു ലൈഫിനെ നമ്മൾ എന്ത് ചെയ്യണം, ദൈവമക്കളെ നടത്തണം, നമ്മൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോകണം. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ലജ്ജിച്ചു പോകാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, നീ ഇപ്പോൾ ജീവിക്കുന്നത് ഒന്നെങ്കിൽ എന്തിനോ വേണ്ടി, അല്ലെങ്കിൽ ലോകപരമായി ഡിസോർഡറായി, അല്ലെങ്കിൽ നീ തോന്നിയതുപോലൊരു ജീവിതമാണ് നീ ജീവിക്കുന്നുവെങ്കിൽ, ദൈവവചനം പരിശുദ്ധാത്മാവ് ഇന്ന് നിന്നോടാണ് സംസാരിക്കുന്നത്. എന്ത് ചെയ്യുക, നിന്റെ ജീവിതത്തെ യഹോവയിൽ സമർപ്പിക്കുക. എന്നിട്ട് കർത്താവിൻ്റെ ആലോചന പ്രകാരം, നമുക്കറിയാം പെട്ടെന്ന് ആ ഒരു വചനം എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വരുവാൻ ഇടയായിത്തീർന്നു. സങ്കീർത്തനങ്ങൾ 73 സങ്കീർത്തനത്തിൻ്റെ 24 ഒരു വചനമുണ്ടല്ലോ. എന്താണ് ആ വചനം? നിന്റെ ആലോചനകളാൽ നീ എന്നെ വഴി നടത്തും, പിന്നത്തതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. അപ്പം ആലോചനകളാൽ വഴി നടത്തിക്കോളും ദൈവം. ദൃഷ്ടി വെച്ച ആലോചന നിനക്ക് പറഞ്ഞു തരും. ഹല്ലേലൂയ. നീ ഒന്ന് മാത്രം ചെയ്യുക. നീ ചിലപ്പോൾ എന്നെ കേൾക്കുന്ന പോലെ യൗവനക്കാരനായിരിക്കാം, ഒരു യുവതിയായിരിക്കാം, യുവാക്കൾ ആരും ആയിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്ത് വഴി തെറ്റിപ്പോകാൻ അനേക ചാൻസസ് പിശാച് ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതം നീ ദൈവത്തിന് സമർപ്പിക്കുന്നുവെങ്കിൽ കർത്താവ് എന്ത് ചെയ്യും, നിന്നെ ടേക്ക് ഓവർ ചെയ്യും. കർത്താവ് നിന്നെ എന്ത് ചെയ്തോളും, നോക്കിക്കോളും. ദൈവമക്കളെ, നമ്മൾ ഒന്ന് മാത്രം ചെയ്യുക, ഒരു അച്ചടക്കമുള്ള, പരിശുദ്ധാത്മാവ് എന്ത് പറഞ്ഞാലും ആ അനുസരണമായുള്ള ഒരു ജീവിതം നമുക്ക് മുമ്പോട്ടേക്ക് നയിക്കാം. ആകയാൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലെസ് യു.